അപ്പോൾ കോളിവുഡ് സൺഡേ വർഷം 2011 ദീപാവലി ടൈം 3 മേജർ പടങ്ങളാണ് റിലീസ് ആവുന്നത്. ഷാറൂഖിന്റെ റാവൺ, വിജയുടെ വേലായുധം, സൂര്യയുടെ ഏഴാം അറിവ്. കൂട്ടത്തിൽ എന്റെ ഫേവറേറ്റിനെ പറ്റിയാണ് ഈ വീഡിയോ. യുണീക് കൺസെപ്റ്റ് ഇൻ കൊമേഴ്സ്യൽ ഫോർമാറ്റ്, അതായിരുന്നു ഈ സിനിമ. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എവിടേക്കും ഒരു വിഷമമുണ്ട്. പണ്ട് 2009-10 സമയങ്ങളിൽ, അതായത് എന്റെ +1 +2 കാലഘട്ടത്തിൽ, മാസ് വേണ്ടവർക്ക് സിംഗം, റൊമാൻസ് വേണ്ടവർക്ക് വാരണമായിരം, ഇനി ഒരു കംപ്ലീറ്റ് പാക്കേജ് വേണ്ടവർക്ക് അയൻ, ഇനി ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് സംഭവം വേണ്ടവർക്ക് ഏഴാം അറിവ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള പടങ്ങളും കൈവശമുള്ള പെർഫെക്റ്റ് സ്റ്റാർ പ്ലസ് ആക്ടർ, അതായിരുന്നു ഇദ്ദേഹം. ഇതുപോലുള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഇദ്ദേഹത്തിന് ഇപ്പോഴെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയില്ല. എനിവേസ്, ബാക്ക് ടു ദ മൂവി. ഇതിലെ ഏറ്റവും മികച്ച സീൻ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ എത്തിയ ശേഷം ഡോങ്ലിക്ക് ഒരാളെ മാത്രം മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തിരിച്ചറിയുന്ന രംഗമായിരുന്നു. ഇനി സിനിമയിൽ എന്തെങ്കിലും മോശമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മോശമല്ല, പക്ഷെ കുറച്ച് ഓവർ ദ ടോപ്പായി പോയത് ഈ ഒരു സീനായിരുന്നു. ഏതെങ്കിലും 1-2 ആളുകളെ മാത്രം വില്ലൻ മൈൻഡ് കൺട്രോൾ ചെയ്ത് നായകനെ അറ്റാക്ക് ചെയ്യാൻ വിടുന്ന രംഗമായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ സ്റ്റിൽ എ ബെറ്റർ സീൻ. പക്ഷെ ഇതിപ്പോ ഒരു 1.5 chaos ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ കാരണം, ആദ്യമായി ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സീൻ എത്തുന്നത് വരെ ആ സിനിമയെ വളരെ റെസ്പെക്റ്റോട് കൂടിയായിരുന്നു ഞാൻ നോക്കിക്കണ്ടിരുന്നത്. എന്നാൽ ഇത് കണ്ടപ്പോൾ ഇത് കുറച്ച് കൂടി പോയല്ലോ എന്നൊരു തോന്നലും വന്നു. എനിവേസ്, ഇങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ച ആ സംവിധായകനും ആ നായകനും കമേഴ്സ്യൽ ആസ്പെക്റ്റിൽ ഇന്ന് ആ ഇൻഡസ്ട്രിയിലെ ടോപ്പ് ലീഗിലല്ല നിൽക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം.